ഹായ്. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ആളുകളുണ്ട്. പല ഇഷ്ടങ്ങളും പല ശീലങ്ങളുള്ള ഒരുപാട് ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കും അതിൽ പല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഡാൻസ് കളിക്കാൻ, പാട്ട് കേൾക്കാൻ, ഗാർഡനിങ്, കുക്കിങ്, അങ്ങനെ ഒരുപാട് ഹോബികളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് ഒരു പ്രത്യേകതരം ആളുകളുടെ ഇടയിലും ഒരു പ്രത്യേകതരം ഹോബിയാണ് അവർക്കുള്ളത്. അവർക്ക് സ്വന്തം വീട്ടിലെ കറണ്ട് ബില്ലിൻ്റെ ഡേറ്റ് അറിയില്ല. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായത് കൃത്യമായിട്ട് അറിയാം. 4 വർഷമായില്ലേ? വിശേഷമൊന്നും ആയില്ലേ? ചേച്ചി, നിങ്ങൾ ഗൂഗിൾ കലണ്ടർ വല്ലതാണോ? ഈ വർഷം വന്ന് എൻ്റെ കല്യാണ ഡേറ്റ് എന്നെ ഇങ്ങനെ റിമൈൻഡർ ചെയ്ത് ഓർമ്മിപ്പിക്കാൻ. വേറെ ചിലരുണ്ട്, ഡോക്ടറിനെ വല്ലതും കാണിച്ചോ? എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്, എൻ്റെ ഇന്ന ആളെ കാണിച്ചതാണ്. ഇല്ല, നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്കാണല്ലോ എല്ലാം അറിയാവുന്നത്. എൻ്റെ വീട്ടിലെയും എൻ്റെ കാര്യങ്ങളും അറിയാൻ ഇത്ര ആവേശമാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യാം. ആദ്യം എൻ്റെ EMI, കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല് ഇതൊന്ന് അടയ്ക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഇതൊന്നുമല്ല ഹൈലൈറ്റ്. ലാസ്റ്റ് ഒരു ഡയലോഗുണ്ട്, ഏതോ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്ത പോലെ ഇതിൽ നീ തകരും എന്നുള്ള രീതിയിലുള്ളൊരു ഡയലോഗ്. കുഞ്ഞില്ലാത്ത വീട് ശൂന്യമല്ലേ? ആയിരിക്കാം. ഒരു കുഞ്ഞ് എപ്പോൾ വേണം, എങ്ങനെ വേണം, അത് ദൈവവും ഒരു കുടുംബവും ചേർന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടൊരു അപേക്ഷയുണ്ട്. വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം സുഖമാണോ എന്നൊന്ന് ചോദിക്കുക. അതിന് മറുപടി പറയാൻ എനിക്കും അത് കേൾക്കുന്ന നിങ്ങൾക്കും നല്ല സന്തോഷമുണ്ടാവും. അല്ലാതെ എല്ലാ വിശേഷങ്ങളും കാര്യകാരണ സഹിതം എല്ലാവരോടും പറയേണ്ട ബാധ്യത എനിക്ക് നല്ല ആർക്കുമില്ല. ഇനി ഇമാതിരി എന്നോട് ചോദിച്ചുകൊണ്ട് വന്ന നിന്നെ ഞാൻ തുപ്പും. വേറെ വല്ലതും ഇനി ഇത് ആവർത്തിക്കരുത്.